നമസ്കാരം. സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് പൊതുവെ എപ്രകാരമായിരിക്കും എന്നാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തിൽ പല ഗുണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ വളരെ കാലമായി ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യം സാധിക്കും. സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ സെപ്റ്റംബറിൽ വന്നു ചേരും. ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതോടൊപ്പം സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള അവസരം ലഭിക്കും. ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിവാഹ ആലോചനകൾ ഫലപ്രദമായി തീരാനുള്ള സാഹചര്യമുണ്ട്. കൂടുതൽ നേട്ടങ്ങളിലേക്ക് പോകാനുള്ള ഒരു വഴി തുറക്കാനുള്ള സമയമാണ്. കച്ചവടക്കാർക്ക് വളരെ പുരോഗതി ഉണ്ടാകും. സ്വന്തം തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കർമ്മമേഖല വിപുലമാക്കിയിട്ട് ഗുണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സെപ്റ്റംബർ മാസത്തിൽ മേടക്കൂറുകാർക്ക് വളരെ സുപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ തുടക്കം വരും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കണ്ടുമുട്ടൽ സംഭവിക്കാനുള്ള സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട്. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി അനുകൂല സ്ഥിതി വരും. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ചില പോരായ്മകൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ പോരായ്മകളോ കുറവുകളോ ഉണ്ടായിട്ട് ഒരു വിഷമം ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ സെപ്റ്റംബർ മാസത്തിൽ അശ്രദ്ധ പൂർണ്ണമായിട്ടും മാറ്റിവെച്ച് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടെ ചെയ്യുക. സമഗ്രമായ ഒരു രാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികൾ കണ്ട് മുമ്പോട്ട് പോയാൽ വളരെ ഉത്തമമാണ്. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ സെപ്റ്റംബറിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ വരും. നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല കുറച്ചു മാറ്റങ്ങൾ വന്നു ചേരും. അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പര്യാപ്തമായിരിക്കും. ജീവിതത്തിൽ സുപ്രധാനമായ ഗുണങ്ങൾ പലതും ഉണ്ടാകാൻ സാധ്യത തെളിയുന്ന കാലഘട്ടമാണ്. കുട്ടികൾക്ക് പഠന പുരോഗതിയും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വഴിയും തെളിഞ്ഞു കാണുന്നുണ്ട്. സ്വന്തമായി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ പുരോഗതി കൈവരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും വരും. കച്ചവടക്കാർക്ക് തങ്ങളുടെ ബിസിനസ് രംഗം കൂടുതൽ വിപുലമാക്കാൻ കഴിയും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരമുണ്ടാകും. ഇതിനു മുമ്പ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത മേഖലയിൽ ബിസിനസ് ആരംഭിക്കാനുള്ള സാഹചര്യം ലഭിക്കും. ഒട്ടേറെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്കും അനുഭവ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ വീട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സെപ്റ്റംബറിൽ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങി വെക്കാനുള്ള സമയവും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഭാവിയിൽ വളരെ നേട്ടങ്ങളിലേക്ക് എത്താൻ പര്യാപ്തമായ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ നിശ്ചയമായിട്ടും സാധിക്കുന്നതാണ്. അപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. സമഗ്രമായ ഒരു രാശിചിന്തയിലൂടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോയാൽ ഏറ്റവും നല്ലത്. മിഥുനക്കൂറുകാർക്ക് മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർതം ആദ്യ മുക്കാൽ ഇവ ചേർന്ന മിഥുനം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമാണ്. എങ്കിലും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില ഗുണങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക പുരോഗതി ഉണ്ടായേക്കും. തികച്ചും പുതിയൊരു മേഖലയിൽ പ്രവർത്തനം തുടങ്ങാനുള്ള അവസരം ഉണ്ടാകും. കർമ്മരംഗത്ത് വലിയ ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ പഠന പുരോഗതി ഉണ്ടാകും. ഉപരിപഠന സാധ്യതയും നല്ലതുപോലെ കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക്
സാമ്പത്തികമായ എല്ലാ പുരോഗതിയും ഈ സെപ്റ്റംബറിൽ നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ കർമ്മരംഗം വിപുലീകരിക്കുന്നതിനും കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനുമുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജീവിതത്തിൽ വളരെ ആനന്ദകരമായിട്ടുള്ള അതീവ സന്തോഷകരമായ ചില സാഹചര്യങ്ങൾ ഈ മാസം ഉണ്ടായേക്കും. നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പല മാറ്റങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹ ആലോചനകളിൽ ഈ സെപ്റ്റംബറിൽ ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും അനുഭവപ്പെട്ടേക്കും. വസ്തുവാഹനാദികൾ നേടിയെടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ ഒരു അവസരം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അവിസ്മരണീയമായ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് ഒരു തുടക്കമാകുന്ന ഘട്ടമാണ് ഈ സെപ്റ്റംബർ. അപ്പോൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ കാരണമാകുന്ന ഒരു പ്രധാനമായ കൂടിക്കാഴ്ച ഈ മാസം ഉണ്ടായേക്കാൻ ഇടയുണ്ട്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് വേണ്ട പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ ഏറ്റവും നല്ലതാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയമായില്യം ഈ നാളുകൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് സെപ്റ്റംബർ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടാം. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഒട്ടും കണക്ക് കൂട്ടാത്ത പല മാറ്റങ്ങളും അനുഭവപ്പെടും. സാമ്പത്തികമായ നഷ്ടങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. ധനപരമായ കാര്യങ്ങൾ കുറെ കൂടെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. ഈ കൂറുകാർ ഈ സെപ്റ്റംബർ മാസത്തിൽ പുതിയതായി പണം മുടക്കി എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു പഠിച്ച് ചെയ്യേണ്ടതാണ്. കുട്ടികൾ പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെട്ടേക്കാവുന്ന ലക്ഷണമുണ്ട്. അതുകൊണ്ട് കരുതലോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ തീരുമാനമെടുക്കുമ്പോൾ വളരെ ആലോചിക്കേണ്ട കാലഘട്ടമാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർ വളരെ കരുതലോടുകൂടി അവരവരുടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കണം. ഇല്ലാത്ത പക്ഷം പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാം. വിദേശ തൊഴിലിനും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം. പരിശ്രമം തുടരേണ്ടതാണ്. മനസ്സിന് ആവശ്യമില്ലാതെ പിരിമുറുക്കമോ ടെൻഷനോ ഉണ്ടാകാതെ നോക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ശരിയായ രീതിയിൽ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോവുക. മകം, പൂരം, ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന് ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമമായ ഒരു കാലഘട്ടമാണ് ഈ സെപ്റ്റംബർ മാസം. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ധനപരമായ എല്ലാ ഇടപാടുകളും നോക്കി ചെയ്യുക. പണമിടപാടുകളിൽ അശ്രദ്ധ ഉണ്ടായിരിക്കാൻ പാടില്ല. ഈ കൂറുകാർ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് പണം ഇൻവെസ്റ്റ് ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ് ഇത്. കുടുംബപരമായ കാര്യങ്ങളിൽ വളരെ ശാന്തതയോടെയും ശ്രദ്ധയോടെയും എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകണം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കുക. മനസ്സിന് ടെൻഷനോ പിരിമുറുക്കമോ ഉണ്ടാകാതെ വേണ്ട കരുതൽ എടുക്കുക. ധ്യാനം, യോഗ ഇതൊക്കെ ശീലിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. കൃത്യനിഷ്ഠയോടുകൂടിയ പ്രാർത്ഥനകൾ, ജപങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന കാലഘട്ടമാണ് ഇത്. പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു പഠിച്ച് ചെയ്യുക. കുട്ടികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ കുറെ കൂടി സൂക്ഷ്മത കാണിക്കുന്നതാണ് നല്ലത്. കച്ചവടക്കാർക്ക് നഷ്ടങ്ങളുടെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് വളരെ കരുതലോടുകൂടി ഇടപാടുകളെല്ലാം നടത്തണം. നിങ്ങളുടെ ബിസിനസ് രംഗത്തെപ്പറ്റി കൂടുതൽ ഡീപ്പായി പഠിച്ച് മനസ്സിലാക്കി വേണ്ട പ്രവർത്തനം ചെയ്യുക. നിങ്ങളുടെ കർമ്മരംഗം കുറച്ചുകൂടി വിപുലീകരിക്കാൻ ശ്രമിക്കുക. കസ്റ്റമർമാരെല്ലാവരോടും നല്ല ബന്ധം പുലർത്തുവാൻ ശ്രമിക്കുക.
ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിവാഹ ആലോചനകളിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രമം തുടരുക. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയായി ആലോചിച്ച് മനസ്സിലാക്കി ശ്രദ്ധയോടെയും ശാന്തതയോടെയും ഇടപെടണം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ പറയാനുള്ള ഒരേ ഒരു മുഖ്യ കാര്യം, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പാലിക്കുക. അവനവന്റെ അശ്രദ്ധ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. അത് ഒഴിവാക്കണം. സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ആരൂഢ സംബന്ധമായി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് പ്രതിവിധി കാണണം. കുടുംബക്ഷേത്രങ്ങളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലും ശരിയായി ചിന്തിച്ചു പരിഹാരം കാണണം. അങ്ങനെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഈ സെപ്റ്റംബർ മാസം എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് ഗുണകരമാക്കി എടുക്കാം. ഉത്തരത്തിൽ മുക്കാൽ അത്തം, ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിരിക്കും സെപ്റ്റംബർ മാസം. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും സാധിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ പലതും വന്നു ചേരുന്നതായിട്ട് കാണാൻ കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. നല്ല ജോലി കിട്ടും. വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള അബദ്ധങ്ങളോ പാഴ്ചെലവുകളോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നന്നായി പ്രവർത്തിക്കുക. കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നിങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിക്കുന്നതിനും ബിസിനസ് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനുമുള്ള അവസരം കിട്ടുന്നതാണ്. വിവാഹ ആലോചനകളിൽ ഈ സെപ്റ്റംബറിൽ ഒരു തീരുമാനം ഉണ്ടായേക്കും. നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള, അത്യധികം ആനന്ദകരമായിട്ടുള്ള ചില പ്രത്യേക അനുഭവങ്ങൾ ഈ മാസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അവസരമുണ്ടാകും. നിങ്ങളിൽ പലർക്കും വീട് പണി പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിനുള്ള അവസരവും ലഭിക്കുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന വാഹനം നേടിയെടുക്കാനുള്ള അവസരമുണ്ടാകും. കുടുംബസമേതം ഉല്ലാസയാത്രകൾ, തീർത്ഥാടനങ്ങൾ, ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അതേസമയം 7ാം ഭാവത്തിലെ ശനി ഒട്ടും നല്ലതല്ല. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരോടും വളരെ ശാന്തതയോടെയും ശ്രദ്ധയോടെയും ഇടപെടണം. സംഭാഷണത്തിൽ അത്യന്തം കരുതലും മിതത്വവും ശീലിക്കുന്നത് നല്ലതാണ്. സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റിന്റെ ഒരു സന്ദർഭമാണ് ഈ സെപ്റ്റംബർ. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ, മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഈ സെപ്റ്റംബർ. ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും സാധിക്കുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. നിങ്ങളുടെ തൊഴിൽ രംഗം കൂടുതൽ വിപുലീകരിച്ചു കൊണ്ടുവരുന്നതിനുള്ള അവസരവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. ആഗ്രഹിക്കുന്ന നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടായേക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരല്പം കാലതാമസം ഉണ്ടാകാം. എങ്കിലും ശ്രമം തുടരുക. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നിങ്ങളുടെ പ്രവർത്തന രംഗം കൂടുതൽ വിപുലീകരിക്കാനും ബിസിനസ് കൂടുതൽ വ്യാപിപ്പിക്കാനും നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുമൊക്കെ അവസരം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വ്യത്യസ്തമായ മേഖലകളിൽ
ജോലി ചെയ്യുന്നവർക്ക് പലർക്കും ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഈ സെപ്റ്റംബറിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും വേണ്ട പരിഗണനയും ശ്രദ്ധയും കൊടുത്ത് മുമ്പോട്ട് പോവുക. സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും. കലാകായിക രംഗത്തും മറ്റ് പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കും അനുകൂല മാറ്റങ്ങളാണ് കാണുന്നത്. വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം വളരെ നന്നായിരിക്കും. സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ ഗുണം ലഭിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. നല്ല ജോലി തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കിട്ടാനിടയുണ്ട്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ആ പരിശ്രമങ്ങളിൽ ധനനഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ പ്രത്യേകം കരുതലെടുക്കേണ്ടതാണ്. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ പ്രയോജനമുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ മേഖല കൂടുതൽ വിപുലീകരിക്കാൻ അവസരം കിട്ടുന്നതാണ്. കുട്ടികൾക്ക് പഠന പുരോഗതി നന്നായിട്ട് നേടിയെടുക്കാൻ കഴിയും. കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും. ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത മേഖലയിൽ പ്രവേശിക്കുന്നതിനും പ്രവർത്തനം തുടങ്ങുന്നതിനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്തുള്ളവർക്കും പലവിധ നേട്ടങ്ങൾ അനുഭവപ്പെട്ടേക്കാവുന്ന സമയമാണ്. വ്യത്യസ്തങ്ങളായ അനേകം മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തന്നെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ അനുഭവപ്പെട്ടേക്കാം. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. കുട്ടികളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ അവസരമുണ്ടാകും. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിന്റെ കാലമാണെന്ന് തന്നെ പറയാം. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോകുന്നത് നന്നതാണ്. മൂലം പൂരാടം ഉത്രാടത്തിൽ കാൽ ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമമായ കാലഘട്ടമാണ് സെപ്റ്റംബർ. ചില കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും, നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പല ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്റർവ്യൂകളിലും പരീക്ഷകളിലും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കമ്പനി മാറാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും. സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറാൻ അവസരം ലഭിക്കും. കൂടുതൽ തൃപ്തികരമായ തൊഴിൽ സാഹചര്യങ്ങളിലേക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലി ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളിൽ പലർക്കും യാത്രാക്ലേശം, അലച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളെയും സമീപിച്ച് മുമ്പോട്ട് പോവുക. സാഹചര്യങ്ങളെ നന്നായി മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ഒട്ടേറെ ഗുണങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ എല്ലാവർക്കും സാധിക്കുന്നതാണ്. കച്ചവടക്കാർ നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം കരുതലെടുക്കണം. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യമായിട്ട് കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ചിന്തിച്ച് എടുക്കേണ്ടതാണ്. വിവിധങ്ങളായ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും തങ്ങളുടെ കർമ്മരംഗം ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ആലോചിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. ജീവിതത്തിൽ സുപ്രധാനമായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തുറക്കാൻ ഈ സെപ്റ്റംബറിൽ സാഹചര്യം കാണുന്നുണ്ട്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോവുക. ഉത്തരാടത്തിൽ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് സെപ്റ്റംബർ മാസം. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അധികവും നടക്കും. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്താൻ കഴിയും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരം ലഭിക്കും. ജീവിതത്തിൽ ദീർഘകാലമായുള്ള സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിന് വളരെ ആഹ്ലാദകരമായിട്ടുള്ള പല അനുഭവങ്ങളും
നിങ്ങൾക്കുണ്ടാകാവുന്ന സമയമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കും. ആഗ്രഹിക്കുന്ന നല്ല ജോലി ലഭിക്കുന്നതാണ്. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. ആഗ്രഹിക്കുന്നത് പോലെ സാമ്പത്തികമായ നേട്ടങ്ങള്, കാര്യവിജയം, നിങ്ങളുടെ തൊഴിലിൽ സ്ഥാനക്കയറ്റം, ഇങ്ങനെയുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനാണ് ഇടയുള്ളത്. നിങ്ങളുടെ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിനും ഇടപാടുകൾ വ്യാപിപ്പിക്കുന്നതിനും സാധിക്കും. നിങ്ങളുടെ കർമ്മരംഗത്തെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് നന്നായി മുമ്പോട്ട് പോയാൽ വളരെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകുന്നതാണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പല സാഹചര്യങ്ങളിലേക്കും എത്താനുള്ള അവസരമാണ് കാണുന്നത്. വിവാഹാലോചനകളിൽ ഈ സെപ്റ്റംബറിൽ തീരുമാനമുണ്ടായേക്കും. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ്. വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും. നൂതനമായ വസ്തുവാഹനാദികൾ നേടിയെടുക്കാനുള്ള അവസരവും ഉണ്ടായേക്കും. ഈ സെപ്റ്റംബർ മാസം പ്രധാനപ്പെട്ട വഴിത്തിരിവിന്റെ കാലഘട്ടമാണ്. അതിനാൽ സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോകുന്നത് നല്ലതാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ്. ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ പലതും ഉണ്ടാകാം. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അത്ര ഗുണകരമല്ലാത്ത മാറ്റങ്ങൾക്കിടയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെടാൻ കാര്യപരാജയങ്ങൾ ഉണ്ടാകാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാം. വളരെ ശ്രദ്ധിച്ചു പ്രവർത്തിച്ചു മുമ്പോട്ട് പോകണം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാം. പരിശ്രമം തുടരേണ്ടതാണ്. അന്യദേശത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രയോജനമുണ്ടായെന്ന് വരില്ല. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം. ബിസിനസിന്റെ എല്ലാ സാഹചര്യങ്ങളും ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് തന്നെ മുമ്പോട്ട് പോകേണ്ടതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ കരുതലോടെ നന്നായി ആലോചിച്ച് ചെയ്യുക. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. സാഹചര്യങ്ങൾ പഠിച്ച് ശാന്തതയോടെയും ക്ഷമയോടെയും അതൊക്കെ തരണം ചെയ്യുക. സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. വ്യത്യസ്തങ്ങളായ അനേകം മേഖലകളിൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം തന്നെ ഈ സമയം പൂർണ്ണമായിട്ട് അനുകൂലമല്ലെന്നറിഞ്ഞ് ശ്രദ്ധയോടെ മുമ്പോട്ട് പോകുന്നതായാൽ, കൂടാതെ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ കാണുന്നതായാൽ ഏറ്റവും നല്ലത്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് ഗുണദോഷ സമമായിരിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഗുണകരമായ മാറ്റങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, കാര്യപുരോഗതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം, വിദേശ ജോലിയിൽ പരിശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള അവസരം, നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അതും നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗുണം കിട്ടും. ഇന്റർവ്യൂകളിലും പരീക്ഷകളിലും ജയിക്കാനിടയുണ്ട്. പല രീതിയിലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് വരാവുന്ന ഒരു സമയമാണ്. 5-ൽ വ്യാഴമാണ് നിൽക്കുന്നത്. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിലും വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. ഉപരിപഠന സാധ്യതയും അനുകൂലമായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ബിസിനസ് രംഗം വിപുലീകരിക്കാൻ പറ്റും. നൂതനമായ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ പുരോഗതി കൈവരിക്കാൻ കഴിയും. ഔദ്യോഗിക രംഗത്തുള്ളവർക്കും പല അനുഭവ ഗുണങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹ ആലോചനകളിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ തീരുമാനമായേക്കും. പൊതുവെ വ്യത്യസ്തമായ പലവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ സെപ്റ്റംബർ മാസത്തിൽ വളരെ അനുഭവ ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിലെ സുപ്രധാനമായ മാറ്റങ്ങളുടെ വഴിത്തിരിവിന്റെ കാലഘട്ടമാണ്.
ഇത്. അതുകൊണ്ട് സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധിയിലൂടെ മുമ്പോട്ട് പോകുന്നത് നല്ലതാണ്.